ഹായ്, ജംബു ഹോസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിക് റൂട്ടിങ്ങിനെ കുറിച്ചുള്ള 2 ക്ലാസ്സുകളാണ് നമ്മുടെ കഴിഞ്ഞിരുന്നത്. അതിൽ രണ്ടിലും നമ്മൾ 2 ലാബ് ചെയ്തു. ആദ്യം ഞാൻ 2 റൂട്ടറിനെ വെച്ച് പരസ്പരം കണക്ട് ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ 3 റൂട്ടറിനെ വെച്ച് കണക്ട് ചെയ്ത് കാണിച്ചു. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ലാബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം 4 റൂട്ടർ എടുത്തിട്ടുണ്ട്. ഈ 4 റൂട്ടറിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ റൂട്ടർ 1 ആദ്യം കാണുന്ന ഇതിന് നമുക്ക് റൂട്ടർ 1, ഇതിന്റെ പേര് ഞാൻ R1 എന്നാക്കിയിട്ടുണ്ട്. അത് റൂട്ടർ 1 ആയിട്ട് എടുക്കാം. ഇതിന് നമുക്ക് റൂട്ടർ 2 ആയിട്ട് എടുക്കാം. ഇതിന് R2 എന്ന് പേരാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് റൂട്ടർ 3 ആക്കിയിട്ട് എടുക്കാം. R3 എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് റൂട്ടറിനെ നമുക്ക് റൂട്ടർ 4 എന്നാക്കി എടുക്കാം. ഇവിടെ എല്ലാ റൂട്ടറിനും കൊടുത്തിരിക്കുന്ന ഇന്റർഫേസുകൾക്ക് കൊടുത്തിരിക്കുന്ന IP കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലാനിന് കൊടുത്തിരിക്കുന്ന IP-കളും ഇവിടെയുണ്ട്. ഇത് 10 എന്ന് പറയുന്ന ഒരു ലാനാണ്. ഇത് 20 എന്ന് പറയുന്ന ലാനാണ്. ഇത് 30 എന്ന് പറയുന്ന ലാനും ഇത് 40 എന്ന് പറയുന്ന ലാനും. അങ്ങനെ മൊത്തം 4 ലാനാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 4 റൂട്ടറുകളിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഫിഗറേഷൻ ഒക്കെ ഞാൻ ഓൾറെഡി എല്ലാത്തിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. IP ഒക്കെ ഞാൻ എല്ലാത്തിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഷോ കോൺഫിഗർ ടെർമിനലിൽ കയറിയിട്ടല്ല ഷോ കമന്റ് അടിക്കുക. ഷോ IP ഇന്റർഫേസ് ബ്രീഫ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഇന്റർഫേസുകളുടെ എല്ലാ IP-കൾ ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ 4 റൂട്ടറിലും കൊടുത്തു വെച്ചിട്ടുണ്ട്. PC-കൾക്കെല്ലാം ഞാൻ IP കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വേയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാറ്റിക് റൂട്ടിങ് ചെയ്യാൻ പോവുക. അതിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് റൂട്ടിങ്ങിന്റെ കമന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റാറ്റിക് റൂട്ടിങ് റിമൂവ് ചെയ്യുക, ഏതെങ്കിലും ടേബിൾ തെറ്റിക്കഴിഞ്ഞ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് റൂട്ടിങ്ങിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഫസ്റ്റ് റൂട്ടറിൽ ഞാൻ റൂട്ടിങ് ചെയ്യുകയാണ്. അപ്പൊ ഒന്നാമത്തെ റൂട്ടർ, ഈ റൂട്ടറിന്റെ സ്വന്തമായിട്ടുള്ള ലാനാണിത്. 10 എന്ന് പറയുന്ന ലാനാണ് ഈ റൂട്ടറിന്റെ സ്വന്തമായിട്ടുള്ള ലാന്. ഈ റൂട്ടറിന് മൊത്തം 3 നെറ്റ്വർക്ക് ഉണ്ട്. ഒന്ന് 10 എന്ന് പറയുന്ന നെറ്റ്വർക്കും, പിന്നെ 192.168.10.0 ഈ റൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കും ഉണ്ട്. പിന്നെ താഴത്തെ റൂട്ടറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 192.168.40.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റൂട്ടറിന് ഏതെല്ലാം നെറ്റ്വർക്കിലോട്ട് പോകണം? 20 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് പോകാനുണ്ട്, 30 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് പോകാനുണ്ട്, 40 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് പോകാനുണ്ട്. ഇങ്ങനെ 3 നെറ്റ്വർക്കിനാണ് ആദ്യത്തെ റൂട്ടറിന് നമ്മൾ റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ റൂട്ടറിൽ കയറി കോൺഫിഗർ ടെർമിനലിൽ പോയി IP റൂട്ട് ഏതിലോട്ടുള്ള വഴിയാ പറഞ്ഞു കൊടുക്കുക? 3 എണ്ണത്തിലോട്ടുള്ള വഴിയും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ആദ്യം 20ലോട്ടുള്ള വഴിയാ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ 20.0.0.0 സ്പേസ് അതിന്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. സ്പേസ് ഗേറ്റ് വേ 20ലോട്ട് പോകാനുള്ള ഗേറ്റ് വേ ഏതാ? 192.168.10.2. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ റൂട്ടറിന് ഒന്നാമത്തെ റൂട്ടറിന് 20ലോട്ട് പോകാൻ ഒരു വഴി നമ്മൾ ഇതിലൂടെ പറഞ്ഞു വിട്ടു. ഒരു വഴി മാത്രമാണോ ഉള്ളത്? ശരിക്കും ഈ ഒന്നാമത്തെ റൂട്ടറിന് 20ലോട്ട് പോകാൻ ഒരു വഴി കൂടിയുണ്ട്. ഒന്നിൽ കൂടുതൽ വഴികൾ ഉണ്ടെങ്കിൽ ആ വഴികളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. വേറെ ഏത് വഴിയുള്ളത്? ഇത് നോക്കിയേ, ഈ ഒന്നാമത്തെ റൂട്ടറിന് നേരെ 4ാമത്തെ റൂട്ടറിലോട്ട് കണക്ഷൻ ഉണ്ട്, 4ൽ നിന്ന് നേരെ 3ലോട്ട് കണക്ഷൻ ഉണ്ട്, 3ൽ നിന്ന് 2ലോട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലേ? അപ്പൊ നമുക്ക് അതും പറഞ്ഞു കൊടുക്കണം. അപ്പൊ എങ്ങനെയാ വരിക? ടേബിള് ഫസ്റ്റ് റൂട്ടറിൽ കയറി IP റൂട്ട് 20ലോട്ട് പോകാനുള്ള 2ാമത്തെ വഴിയാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ 20ലോട്ട് പോകാനുള്ള 2ാമത്തെ വഴി IP റൂട്ട് 20 സബ്നെറ്റ് മാസ്ക് കൊടുത്തു. ഗേറ്റ് വേ ഏതിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നോക്കുക. ഇത് നമ്മൾ ഇതിലൂടെ പോകാനുള്ള ഗേറ്റ് വേ ഇതാന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് താഴത്തോടെ ഇതിലൂടെയാണ് പോകേണ്ടത്. അപ്പൊ ഇതിന്റെ ഗേറ്റ് വേ ഏതാ വരിക? ഇതിന്റെ താഴത്തോട്ടുള്ള നെറ്റ്വർക്ക് എവിടെ അവസാനിക്കുന്നത്? ഇവിടെയാണ് അവസാനിക്കുന്നത്, അല്ലെ? അപ്പോ 192.168.40.2 എന്നുള്ളതാണ് ഗേറ്റ് വേ.
192, 168, 40, 2. അങ്ങനെ നമ്മൾ 20 പോകാനുള്ള 2 റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് 20 പോകാനുള്ള 2 റൂട്ട് പറഞ്ഞു കൊടുത്തു. ഇനി അത് മാത്രമാണോ പറഞ്ഞു കൊടുക്കാനുള്ളത്? അല്ല, 30 പോകാനുള്ളതും 40 പോകാനുള്ളതും പറഞ്ഞു കൊടുക്കണം. ഓരോ നെറ്റ്വർക്കിലോട്ടും പോകാൻ ഇവിടെ എത്ര വഴി വീതമുണ്ട്? ഇവിടെ നമുക്ക് ഓരോ നെറ്റ്വർക്കിലോട്ടും പോകാൻ 2 റൂട്ട് വീതമുണ്ട്. ഇനിയിപ്പോ 30 പോകേണ്ടതെന്ന് വിചാരിക്കാം. ഈ നെറ്റ്വർക്കിന് 30 പോകണം. ഒരു റൂട്ട് ഇതാണ്. അപ്പോ അതിന്റെ ഗേറ്റ് ഏതാ വരിക? 192, 168, 10, 2 വരിക. ഇതിലൂടെ പോകണം. അപ്പൊ ഗേറ്റ് ഏതാ വരിക? 192, 168, 40, 2 വരിക. അപ്പൊ അവിടെ 2 വഴിയായി. ഇവിടെ ഓൾറെഡി 2 വഴി പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ ഓൾറെഡി 2 വഴി പറഞ്ഞു കൊടുക്കും. 40 പോകാൻ ഇതിന് 40 വരെ എത്ര വഴിയുണ്ട്? ഒന്ന് ഇതിലൂടെ ഇങ്ങനെ വരാം, അപ്പൊ ഒരു വഴി. ഒന്ന് നേരെ താഴത്തോട്ടും വരാം, 2 വഴി. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും നമ്മൾ മാനുവലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന റൂട്ടിങ്ങിനെയാണ് സ്റ്റാറ്റിക് റൂട്ടിംഗ് എന്ന് വിളിക്കുക. ഇപ്പൊ ഒരു വഴി വീതം മാത്രമേ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, കമ്മ്യൂണിക്കേഷൻ നടക്കും. എന്തിനാ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴിയും പറഞ്ഞു കൊടുക്കുന്നേ? അഥവാ ഏതെങ്കിലും ഒരു റൂട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നമ്മുടെ ഡാറ്റകൾ കറക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്തണം എന്നുള്ളതിനാണ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണം. എനിക്കിപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോടിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പാലക്കാട് നിന്ന് കോഴിക്കോട്ടിലോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റൂട്ടുകളും ഞാൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, പാലക്കാട് നിന്ന് കോഴിക്കോടിലോട്ട് പോകാനുള്ള എല്ലാ റൂട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം അഥവാ ഇനി ഒരു റൂട്ട് കംപ്ലൈന്റ് ആയാലും അടുത്ത റൂട്ടിലൂടെ പോവാം. അതേപോലെയാണ് ഇവിടെയും. ഒരു റൂട്ടറിന് ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ ഒന്നിൽ കൂടുതൽ വഴികൾ ഉണ്ടെങ്കിൽ ആ ഒന്നിൽ കൂടുതൽ വഴികളെല്ലാം നമ്മൾ മാനുവലായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് റൂട്ടിംഗ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 2 വഴികളാണ് ഉള്ളത്. അങ്ങനെ 3 ഡെസ്റ്റിനേഷനിലുണ്ട്. 3 ഡെസ്റ്റിനേഷനിലും 2 വഴികൾ വീതമുണ്ട്. മൊത്തം 6 ടേബിൾ വരും. അപ്പൊ നമ്മൾ ഓൾറെഡി 2 വഴി ഓൾറെഡി പറഞ്ഞു കൊടുത്തു. ഓൾറെഡി നമ്മൾ 2 വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി 30 പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. IP റൂട്ട് 30,000 അതിന്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു. ഫസ്റ്റ് റൂട്ടറിന്റെ ഒരു ഗേറ്റ് വേ ഇതാണ് അല്ലെ? അപ്പൊ ആ ഗേറ്റ് വേ പറഞ്ഞു കൊടുക്കുക. 192, 168, 10, 2. അടുത്തത് IP റൂട്ട് 30,000 സബ്നെറ്റ് മാസ്ക്. ഒരു ഗേറ്റ് വേ ഏതാണ്? അതിലോട്ട് ഈ റൂട്ടറിന്റെ ഒരു ഗേറ്റ് വേ 192, 168, 40, 2. ഇപ്പൊ നിങ്ങൾക്കറിയാം ഗേറ്റ് വേ അവിടെ മാറുന്നില്ല, ഡെസ്റ്റിനേഷൻ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ 20 പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു, 30 പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. ഇനി 40 പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. IP റൂട്ട് 40,000 അതിന്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു. 10, 2 ഒരു ഗേറ്റ് വേ. അടുത്തത് IP റൂട്ട് 40,000 സബ്നെറ്റ് മാസ്ക് പറഞ്ഞു കൊടുത്തു. അടുത്ത ഗേറ്റ് വേ സേവ് ചെയ്യുക. ഇപ്പോ റൂട്ടർ 1ന് 3 റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൊത്തം 6 വഴി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ റൂട്ട് പറഞ്ഞു കൊടുത്ത് ഈ റൂട്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? നമ്മൾ കഴിഞ്ഞിരുന്നു നമ്മൾ അടിച്ച റൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഷോ IP റൂട്ട് ഈ കമന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എസ് എന്ന് എഴുതിയത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ കഴിഞ്ഞതിന്റെ 2 ക്ലാസ് മുമ്പ് പറഞ്ഞിരുന്നു. എസ് സ്റ്റാറ്റിക്കിനെയാണ്, സ്റ്റാറ്റിക് റൂട്ടിങ്ങിനെ. ഇപ്പൊ നോക്കിയേ, എസ് 20 പോകാനുള്ള വഴി 2 വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതും 2 ഗേറ്റ് വേ. 30 പോകാൻ എത്ര വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഒന്നിതും 40 പോകാൻ എത്ര വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഒന്നിതും. അപ്പോ നമ്മൾ 2 വഴി വീതം എല്ലാത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂട്ടറിൽ നോക്കാം. രണ്ടാമത്തെ റൂട്ടർ എടുത്തു. സെയിം ടേബിൾ ആണ്, എന്ന് വെച്ചാൽ ഗേറ്റ് വേ മാത്രം മാറ്റം വരും. എനേബിൾ കോൺഫിഗർ ടെർമിനൽ. രണ്ടാമത്തെ റൂട്ടിന്റെ സ്വന്തം ലാൻ ഏതാണ്? 20,000 ആണ്. ഏതൊക്കെ നെറ്റ്വർക്കിലോട്ട് എത്താനുണ്ട്? 10 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് എത്താനുണ്ട്. ഈ നെറ്റ്വർക്കിലോട്ട് എത്താനുണ്ട്. 40 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് എത്താനുണ്ട്. 30 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് എത്താനുണ്ട്.
അതിൽ 10ലോട്ട് പോകാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് ഇതിലൂടെയും പോകാം, ഒന്ന് താഴത്തൂടെയും പോകാം. ഇതിലൂടെയാണ് പോകുന്നതെങ്കിൽ ഗേറ്റ് വേ 192, 168, 10, 1 ഇതിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ നെറ്റ്വർക്ക്, സ്വന്തം നെറ്റ്വർക്ക് എവിടെ അവസാനിക്കുക? 192, 168, 20, 2 അപ്പോ ഇതാണ് ഗേറ്റ് വേ. ഇനി 40ലോട്ട് പോകണമെങ്കിലോ, 40ലോട്ട് പോകാൻ ഡെസ്റ്റിനേഷൻ 40 ആണെങ്കിൽ ഒരു ഗേറ്റ് വേ ഇതാണ്, ഒരു ഗേറ്റ് വേ 20, 2 ഇനി 30ലോട്ട് വരണമെങ്കിലോ ഒരു ഗേറ്റ് വേ 20, 2 ഒരു ഗേറ്റ് വേ 10, 1 അപ്പോൾ രണ്ട് ഗേറ്റ് വേ വീതം പറഞ്ഞു കൊടുക്കണം. അപ്പൊ മൊത്തം 6 വഴി ഉണ്ടാവും. കോൺഫിഗർ ടെർമിനൽ, IP റൂട്ട് 10.0.0 അതിന്റെ സബ്നെറ്റ് മാസ്ക്. ഇനി അതിന്റെ ഗേറ്റ് വേ 10.1 അതാണ് ഒരു ഗേറ്റ് വേ. ഒരു ഗേറ്റ് വേ അതാണ് 10ലോട്ട് പോകാൻ. വേറൊരു ഗേറ്റ് വേ ഏതാണുള്ളത്? 20, 2 അപ്പോൾ IP റൂട്ട് 10.0.0 അതിന്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു 192.168.20.2 IP റൂട്ട്. ഇനി 40ലോട്ട് പോകാനുള്ള വഴി ഒന്ന് കൊടുക്കാം. 40.0.0 സബ്നെറ്റ് മാസ്ക് കൊടുത്തു 192.168, 10, 1 40ലോട്ട് പോകാനുള്ള രണ്ടാമത്തെ വഴി IP റൂട്ട് 40.0.0 സബ്നെറ്റ് മാസ്ക് കൊടുത്തു, അതിന്റെ ഗേറ്റ് വേ കൊടുത്തു. ഗേറ്റ് വേ രണ്ട് ഗേറ്റ് വേ സ്ഥിരമാണ്. ഇനി 30ലോട്ട് പോകാനുള്ള വഴി IP റൂട്ട് 30.0.0 സബ്നെറ്റ് മാസ്ക് കൊടുത്തു, ഒരു ഗേറ്റ് വേ. ഒന്ന് 10, 1 ഗേറ്റ് വേ, രണ്ടാമത്തത് IP റൂട്ട് 20, 2 ഒരു ഗേറ്റ് വേ. സേവ് ചെയ്തു. ഷോ IP റൂട്ട്. ഷോ IP റൂട്ട് അടിക്കുമ്പോൾ എല്ലാത്തിലോട്ടും പോകാനുള്ള രണ്ട് വഴി വീതം ഉണ്ടാവും. 20ലോട്ട് പോകാനുള്ള രണ്ട് വഴി, അല്ല 20 ഓൾറെഡി കണക്റ്റഡ് ആണ് അല്ലേ. 10ലോട്ട് പോകാനുള്ള രണ്ട് വഴി ഇതാ. 10ലോട്ട് പോകാനുള്ള രണ്ട് വഴി ഇത്, ഒന്ന് ഇതിലൂടെയും ഒന്ന് ഇതിലൂടെയും. 30ലോട്ട് പോകാനുള്ള രണ്ട് വഴി ഇതാ. 40ലോട്ട് പോകാനുള്ള രണ്ട് വഴി ഇതാ. ഇനി നമുക്ക് മൂന്നാമത്തെ റൂട്ടർ എടുക്കാം. മൂന്നാമത്തെ റൂട്ടറിൽ എങ്ങനെയാ? മൂന്നാമത്തെ റൂട്ടറിന് 20ലോട്ട് പോകണം, 10ലോട്ട് പോകണം, 40ലോട്ട് പോകണം. മൂന്നാമത്തെ റൂട്ടറിന്റെ ഒരു ഗേറ്റ് വരുന്നത് 192, 168, 20, 1 വേറൊരു ഗേറ്റ് വരുന്നത് 192, 168, 30, 1 രണ്ട് ഗേറ്റ് വേ. ഗേറ്റ് വേ കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ടേബിൾ അടിക്കാൻ വളരെ സുഖമാണ്. 20ലോട്ട് പോകാനുള്ള വഴിയുണ്ട്, അതേപോലെ തന്നെ 10ലോട്ട് പോകാൻ പറഞ്ഞു കൊടുക്കണം, 40ലോട്ട് പോകാൻ പറഞ്ഞു കൊടുക്കണം. എനേബിൾ കോൺഫിഗർ ടെർമിനൽ IP റൂട്ട് 10ലോട്ട് പോകാനുള്ള വഴി ആദ്യം പറഞ്ഞു കൊടുക്കണം. ഏത് വേണമെങ്കിലും ആദ്യം പറഞ്ഞു കൊടുക്കാം. സബ്നെറ്റ് മാസ്ക് കൊടുത്തു. 10ലോട്ട് പോകാൻ ഒരു ഗേറ്റ് വേ 20, 1 ഒരു ഗേറ്റ് വേ 30, 1 അപ്പോൾ 192, 168, 20, 1 അടുത്തത് ഏതാണ്? 30, 1 അത് കീബോർഡിന്റെ മുകളിലോട്ടുള്ള ആരോ കീ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പടിച്ച കമന്റ് വരും, കണ്ടോ? അങ്ങനെ അടിച്ചതാണ്. ഇനി എന്ത് ചെയ്യണം? IP റൂട്ട് 20ലോട്ട് പോകാനുള്ള വഴി 192, 168, 20, 1 ഒരു ഗേറ്റ് എത്രയാണ്? 30, 1 20ലോട്ട് പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തത് 40ലോട്ട് പോകാനുള്ള വഴി. 40ലോട്ട് പോകാനുള്ള വഴി ഒന്ന് 20, 1 ഒന്ന് 30, 1 സേവ് ചെയ്തു. അതിലും 3 നെറ്റ്വർക്കിലോട്ട് പോകാനുള്ള രണ്ട് വഴി വീതം മൊത്തം 6 വഴി നമ്മൾ പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് റൂട്ടർ 40ാമത്തെ റൂട്ടറിലും ഇതേപോലെ 40 ഇരിക്കുന്ന റൂട്ടർ, 40ാമത്തെ റൂട്ടർ അല്ല 4ാമത്തെ റൂട്ടർ, 40 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇരിക്കുന്ന 4ാമത്തെ റൂട്ടറിലും 10ലോട്ട് പോകാൻ രണ്ട് വഴി, 20ലോട്ട് പോകാൻ രണ്ട് വഴി, 30ലോട്ട് പോകാൻ രണ്ട് വഴി. എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ കയറി എനേബിൾ കോൺഫിഗർ ടെർമിനൽ IP റൂട്ട് 10ലോട്ട് പോകാനുള്ള രണ്ട് വഴി പറഞ്ഞു കൊടുക്കാം. ഒന്ന് 192, 168, 40, 1 ഒരു ഗേറ്റ് വേ. ഒരു ഗേറ്റ് വേ ഇതും, ഒരു ഗേറ്റ് വേ ഏതാണ്? 30, 2 40, 1 കൊടുത്തു, 1, 30, 2. ഇനി IP റൂട്ട് 20ലോട്ട് പോകാനുള്ള രണ്ട് വഴി. IP റൂട്ട് 20ലോട്ട് പോകാനുള്ള അടുത്ത വഴി
IP റൂട്ട് 30 പോകാനുള്ള 2 വഴി. 32. ഇപ്പൊ എല്ലാത്തിലോട്ടും പോകാനുള്ള 2 വഴി വീതം. 2 വഴി എന്നല്ല, സാധ്യമായിട്ടുള്ള എല്ലാ വഴിയും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ലാബിൽ ഇപ്പൊ 2 വഴിയാണ് ഉള്ളത്. അതുകൊണ്ട് 2 വഴിയും എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണ്ടോ നോക്കാം. പിങ് സ്പേസ് 20002. ഇരുപതിലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇനി 30 നടക്കണ്ടോ നോക്കാം. 30 എന്ന് പറയുന്ന നെറ്റ്വർക്കിലോട്ട് 30001. 30 കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇനി 40 നടക്കണ്ടോ നോക്കാം. ഇപ്പം 40 കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 3 നെറ്റ്വർക്കിലോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇനി അഥവാ ഇനി ഏതെങ്കിലും ഒരു കേബിൾ ഫെയിലിയർ ആയാലും നമ്മുടെ നെറ്റ്വർക്കിന് മുഴുവനായിട്ട് അത് ബാധിക്കില്ല. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ വഴികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പം നിങ്ങൾ ഒരു ടേബിൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം. നമ്മുടെ റൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യുന്നത് അതിൻ്റെ മെമ്മറിയാണ്, NV റാമിലോട്ടാണ്. അപ്പം ഞാൻ കോൺഫിഗർ ടെർമിനലിൽ പോയിട്ട് ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് എന്ന് പറയുന്ന ഒരു കമൻറ്റ്, കോൺഫിഗർ ടെർമിനലല്ല പ്രിവിലേജ് മോഡിൽ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്, ഈ ഒരു കമൻറ്റ് അടിച്ചാൽ റൂട്ടറിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ ഹോസ്റ്റ് നെയിം R1 എന്ന് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർഫേസുകളുടെ IP കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 10.0.254 അതേപോലെ സീരിയലിന് കൊടുത്തിട്ടുള്ള IP, ക്ലോക്ക് റേറ്റ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴെ നോക്കിയാൽ നിങ്ങളുടെ ടേബിളും കാണാൻ പറ്റുന്നുണ്ട്. 20 2 ടേബിൾ ഉണ്ട്, 30 2 ടേബിൾ ഉണ്ട്, 40 2 ടേബിൾ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊരു ടേബിള് നിങ്ങൾ അടിച്ചത് തെറ്റായി പോയി എന്ന് വിചാരിക്കുക. ആ ഒരു ടേബിൾ അങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഗേറ്റ് വേ തെറ്റി, ഡെസ്റ്റിനേഷൻ തെറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേബിൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കോൺഫിഗർ ടെർമിനലിൽ പോയിട്ട് നോ IP റൂട്ട് എന്നടിക്കുക. നോ IP റൂട്ട്. എന്നിട്ട് ആ തെറ്റായിട്ടുള്ള ടേബിൾ, ഇപ്പം ഈ ടേബിളാണ് കളയേണ്ടതെന്ന് വിചാരിക്കുക. 20 പോകുന്ന ഒരു ടേബിളാണ് കളയേണ്ടത്. അപ്പോൾ നോ IP റൂട്ട് 20000, അതിൻ്റെ സബ്നെറ്റ് മാസ്ക് ഗേറ്റ് വേ 10.2. എൻ്റർ കൊടുത്തു, സേവ് ചെയ്തു. ജസ്റ്റ് ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേബിൾ മാത്രം അവിടെ നിന്ന് റിമൂവ് ആയി. ഇപ്പം 20 ഒരു ടേബിൾ അല്ലേ കാണുള്ളൂ. ഇനി നമുക്ക് 30 ടേബിള് നിങ്ങൾ ഗേറ്റ് വേ കൊടുക്കാതെയാണ് നിങ്ങൾ കമന്റ് അടിക്കുന്നതെങ്കിൽ ആ 2 ടേബിളും ഒരുമിച്ച് പോകും. ഇപ്പം 30 2 ടേബിൾ നിങ്ങൾക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. 30 2 ടേബിൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺഫിഗർ ടെർമിനലിൽ പോവുക, നോ IP റൂട്ട് എന്നടിക്കുക, 30.0.0 അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു. ഗേറ്റ് വേ കൊടുക്കാതിരുന്നാൽ 30 2 ടേബിളും പോവും. സേവ് ചെയ്തു. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. ഇപ്പോൾ 30 2 ടേബിളും പോയി. 40 കളയാം, നമുക്ക് 20 കളയാം. കോൺഫിഗർ ടെർമിനൽ നോ IP റൂട്ട് 40 ടേബിൾ പോയി. നോ IP റൂട്ട് 20 ടേബിൾ പോയി. നോ IP റൂട്ട് 30 ടേബിളും പോയി. 30 ടേബിൾ ഇല്ല. 30 ടേബിൾ ഞാൻ നേരത്തെ 2 കളഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് 30 ടേബിൾ ഇല്ല. അതാണ് നോ മാച്ചിങ് റൂട്ട് ഡിലേറ്റ് എന്ന് വന്നത്. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. ഇപ്പോൾ ആ ടേബിൾ മൊത്തം പോയി. ഇപ്പോൾ ഒരു ടേബിളും ഇല്ല. അതാ ടേബിളുകൾ മൊത്തം പോയി. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക് റൂട്ട് റിമൂവ് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്, അതേപോലെ സാധ്യമായിട്ടുള്ള എല്ലാ റൂട്ടുകളും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ സ്റ്റാറ്റിക് റൂട്ടിങ് കഴിഞ്ഞു. ഇതിനൊക്കെ നമുക്ക് അതേപോലെ എല്ലാ ടേബിളും നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സ്റ്റാറ്റിക് റൂട്ടിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA പോലുള്ള നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്നും അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിഫാൾട്ട് റൂട്ടിങ്ങിനെ കുറിച്ച് പറയാം. നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടിട്ട് ആ പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ 1 മുതൽ ഇപ്പോൾ ഏകദേശം 34ാമത്തെ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തുടർച്ച കിട്ടില്ല. കാരണം ഞാൻ ഓരോ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ ബാലൻസ് ആയിട്ടായിരിക്കും ഈ ക്ലാസ്സിൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് തുടർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും ഇരുന്ന് കാണുക. നമുക്ക് നാളെ ഡിഫാൾട്ട് റൂട്ടിംഗ് എങ്ങനെയാണ് കുറിച്ച് നോക്കാം.